ശ്രീപത്മനാഭൻ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും അത് ഏകദേശം ഈ വലിയ ഫിഗറും ചെറിയ ഫിഗറുകളെല്ലാം കൂടെ ചേർത്ത് ഒരു 1.5 വർഷം കാലാവധി എടുത്ത് ആ പണി 19 വിഗ്രഹങ്ങൾ ചേർന്ന് ഒരു ധാതുശില്പം രൂപീകരിക്കാൻ എനിക്ക് സാധിച്ചതിൽ എൻ്റെ ഗുരുവിനോട്, എന്നെ പഠിപ്പിച്ച ആളിൻ്റെ അടുത്ത്, എൻ്റെ ഗുരുക്കളോടുകൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. എൻ്റെ പേര് പ്രതാപ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാനിപ്പോൾ ഈ ക്രാഫ്റ്റുമായി വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കോവളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നിന്നാണ്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ചിത്രരചനയും ശില്പനിർമ്മാണങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിത്രരചനയൊക്കെ ആയി വരുന്ന സമയത്താണ് ഞാൻ ഓരോ ക്രാഫ്റ്റുകൾ ചെയ്തു തുടങ്ങി. അതിൽ തടിയിൽ നിരവധി ക്രാഫ്റ്റുകൾ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും, എന്നിട്ട് ഞാനിത് ഈ തേങ്ങ കൊണ്ട് ഒരു തേങ്ങ എടുത്ത്, ഒരു ഉണക്കത്തേങ്ങ എടുത്തൊരു പരീക്ഷണം നടത്തി നോക്കിയാണ് ഒരു കുരങ്ങൻ്റെ രൂപം. അത് കേടാകാതെ വർഷങ്ങളോളം കേടാകാത്തത് കൊണ്ട്, അതിന് ഒരുപാട് ആവശ്യക്കാർ വന്നതുകൊണ്ട് ഞാനിതിനെ ഡെവലപ്പ് ചെയ്ത് അനേകം ഡിസൈനുകളാക്കി ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ 1994-95 കരകൗശലത്തിനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയും അതിനോടൊപ്പം 96 ഹരിയാന സ്റ്റേറ്റ് അവാർഡ് ഒരു തുടർച്ചയായി 3 വർഷം കണ്ടിന്യൂസ് കിട്ടി. അതിനോടൊപ്പം തന്നെ ഞാൻ വിദേശ രാജ്യങ്ങളിലെ എക്സിബിഷൻ, അമേരിക്ക, മോസ്കോ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലുള്ള ഇൻ്റർനാഷണൽ ഫെസ്റ്റുകൾ നടത്തുകയും, ഇപ്പോൾ എൻ്റെ ഉൽപ്പന്നങ്ങൾ ദിവസേന തന്നെ ഒരു വിദേശികളും നോർത്ത് ഇന്ത്യൻസും സ്വദേശികളുമായ നിരവധി പേര് അതിനകത്ത് വരികയും അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിപണനം നടത്തി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ 2021 കേരള കരകൗശല അവാർഡ് ലഭിക്കുകയും അതിനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത്തരം സംസ്ഥാന അവാർഡുകൾ പുതുതായിട്ട് ചെയ്യുന്ന, നമ്മൾ ഈ അവാർഡുകൾ അറിയാത്ത പലരുമുണ്ട്. അതിന് അവരിൽ ചെന്നെത്തി അതിലുള്ള നല്ല കലാകാരന്മാരെ കണ്ടെത്തി ഇത്തരത്തിലുള്ള അവാർഡ് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ കരകൗശല മേഖല നിലനിൽക്കൂ എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന സുരേന്ദ്രൻ KK മുള കൊണ്ടുണ്ടാക്കിയ ശില്പവുമായി കേരള കരകൗശല സംസ്ഥാന അവാർഡ് വാങ്ങുന്നതിനായി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. ഇതുപോലെയുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും ഇതുപോലെയുള്ള അനേകം സമ്മാനങ്ങളും തന്ന് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒരു പ്രചോദനമാണ്. വളരെ ബുദ്ധിമുട്ടി വളരെ നാളുകൊണ്ട് തീർത്ത ശില്പവുമായി എല്ലാം മുള കൊണ്ട് തീർത്ത് 15 ദിവസം മരുന്നും വെള്ളത്തിലിട്ട് ചീകിയുണ്ടാക്കിയാണ് ഈ ശില്പം. ഇത് ഒരു കേരളത്തിൻ്റെ അഭിമാനമായ നെൽക്കതിർ എന്ന് പറയുന്ന ഈ കലാരൂപത്തിന് എനിക്ക് കിട്ടിയ ഈ സമ്മാനം എൻ്റെ നാടിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ജയകുമാരി ML. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് ലാമുട്ടുക്കട എന്ന ദേശത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു എംബ്രോയ്ഡറി സൊസൈറ്റിയിൽ 2 വർഷക്കാലം അവിടെ പഠിക്കുകയും തുടർന്ന് ക്രാഫ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഫാഷൻ ഡിസൈനിങ് എന്ന മേഖല തിരഞ്ഞെടുക്കുകയും 2 വർഷം അതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കി. പിന്നെ വീട്ടിലിരുന്ന് തന്നെ തുണികൾ തയ്ക്കുകയും പുറത്ത് തയ്ച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ DCHൻ്റെ ഒരു സാറൻ ആണ് നമുക്കിങ്ങനെ അവാർഡ് ദാനത്തിനെക്കുറിച്ചും ഡീറ്റെയിലൊക്കെ തരികയും പിന്നെ അതിനെനിക്ക് പ്രചോദനമായിരുന്നു ഇത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. ആ സാറിൻ്റെ ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ തന്നെ കാരണം. പിന്നെ നമ്മുടെ ഈ വ്യാവസായിക വകുപ്പിൻ്റെ ഫുൾ സപ്പോർട്ടും ഈ മേഖലയിൽ നിന്ന് എനിക്ക് കിട്ടുകയുണ്ടായി. തുടർന്നും ഈ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നതിനും ഒരുപാട് പേർക്ക് എൻ്റെ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും തുടർന്നും ഈ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്.
പിന്നെ ഈ ചിത്രം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ചിത്രമാണ് തുന്നിയിരിക്കുന്നത്. ഇത് ഒറ്റ നൂലിലാണ് ഈ ചിത്രം തുന്നി തീർക്കുന്നത്. അതായത് നിരവധി സ്റ്റിച്ചുകളുണ്ടെങ്കിലും ഇത് നമ്മൾ ഒരൊറ്റ നൂലിൽ തീർത്ത് ഒരു 1.5 മാസക്കാലം ഇതിനു വേണ്ടി പരിശ്രമിച്ചാണ് നമുക്കിത് നേടാൻ പറ്റിയത്. നമസ്കാരം, എൻ്റെ പേര് രാജേന്ദ്രൻ കുഞ്ഞിമംഗലം. കണ്ണൂർ ജില്ലയിൽ കുഞ്ഞിമംഗലത്ത് താമസിക്കുന്നു. വെങ്കല ശില്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് 26 വർഷമായിട്ട് ഞാൻ ഈ രംഗത്ത് പ്രവൃത്തി ചെയ്തു വരുന്നുണ്ട്. അതിനിടയിൽ എനിക്ക് ഫോക്ലോർ അക്കാദമിയുടെ 2 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2021 വർഷത്തെ സംസ്ഥാന കരകൗശല പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ചെയ്ത മടയിൽ ചാമുണ്ടിയുടെ ശില്പത്തിനാണ് 2021 വർഷത്തെ ലോക ശില്പ വിഭാഗത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അംഗീകാരം നമ്മളിപ്പോഴുള്ള കുലത്തൊഴിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ നമ്മുടെ കുഞ്ഞിമംഗലത്ത് വെങ്കല പൈതൃകം ക്ലസ്റ്റർ രൂപീകരിച്ചിട്ട് ഏകദേശം 12ഓളം ആൾക്കാർക്ക് അവിടെ ജോലി നൽകിയിട്ട് ഉണ്ട്. വ്യവസായത്തിനോട് ഈ അവസരത്തിൽ അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ഹാൻഡിക്രാഫ്റ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം 86 മുതലാണ് ശരിക്കും വളരെ സീരിയസ് ആയിട്ട് ഇതിലേക്ക് വരുന്നത്. എൻ്റെ ഗുരു എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ചേവൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന അദ്ദേഹമാണ്. 86 1.5 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ശിഷ്യപ്പെട്ട് വർക്ക് പഠിക്കുകയും അതിനുശേഷം പിന്നെ ഗുരുവായൂർ വന്ന് ഇലവള്ളി ശങ്കരനാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ടെമ്പിൾ വുഡ് കാർവിംഗാണ് 5 വർഷം സ്പെഷ്യലൈസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് വർക്കിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നതും വർക്കിലേക്ക് വരുന്നതൊക്കെ. പിന്നീട് കോക്കൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി ഒരുപാട് വർക്ക്, എൻ്റെ മെയിൻ വർക്കുകൾ മുഴുവൻ കോക്കൻ ബോർഡിലുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുകയും ഒരുപാട് എക്സിബിഷൻ ക്ലാസ്സുകൾ കോക്കൻ ബോർഡുമായിട്ട് ഏകദേശം 10-15 വർഷം കോക്കൻ ബോർഡുമായിട്ട് സഹകരിച്ചായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വുഡിൽ കുറേ വർക്കുകൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വർക്കെന്ന് പറയുന്നത് വർക്കിലെ നടരാജഗുരുവിൻ്റെ സമാധിയുടെ ഒരു വർക്കുണ്ട്. അത് 3.5 വർഷം എടുത്തിട്ടാണ് ആ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് 91-94 കാലഘട്ടത്തിൽ. അതിനുശേഷം കോട്ടയത്ത് പാലാ ഭരണങ്ങാനം പള്ളിയിൽ അൽഫോൻസ ചാപ്പലിൻ്റെ ഫ്രണ്ട് ഡോറ് ഡിസൈൻ ചെയ്തിട്ട് അത് 96-ലാണ്. അതിനുശേഷം പിന്നെ പൂർണ്ണമായും ചിരട്ടയുടെ വർക്കിലേക്ക് അത് പുതിയ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുക, എക്സിബിഷൻ ക്ലാസ് ഏകദേശം 1500 പ്രോഡക്റ്റിന് മുകളിൽ ഈ മീഡിയത്തിൽ ഡെവലപ്പ് ചെയ്യുകയും അത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു 400 സ്റ്റുഡൻസിന് മുകളിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് കോവളത്തുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അവിടെ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ഉണ്ട്. അവിടെ നിന്നാണിപ്പോൾ എൻ്റെ വർക്കും എല്ലാം നടക്കുന്നത്. പിന്നെ 2017 സ്റ്റേറ്റ് അവാർഡ് മെറിറ്റ് സർട്ടിഫിക്കറ്റ് എനിക്കുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സർക്കാരിനും ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ള എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇത് അരുണ്. ഇദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇരിങ്ങൽ കോഴിക്കോടുള്ള ഒരു കലാകാരനാണ് അരുണ്. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് കളിമണ്ണിലാണ്. കളിമണ്ണിൽ 4 ദിവസം എടുത്ത് ഈ രൂപത്തിലാക്കി അതിനുശേഷം 2 ദിവസം ഇത് ചൂളയിൽ വെക്കും. വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട രീതിയാണ്. ചൂളയിൽ വെച്ച് അത് ചുട്ടെടുത്ത് അതിനുശേഷം ചൂളയിലൊക്കെ വെക്കുമ്പോൾ ഒന്ന് പൊട്ടാതെ എടുക്കണം. ഇത് തീയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അങ്ങനെ എടുത്ത്
ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് പെയിൻറ് ചെയ്ത് എടുത്ത് ഈ രൂപത്തിലാക്കിയതാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. പിന്നെ മൂപ്പറ ഐഡിയക്ക് തന്നെയാണ്, സ്വന്തം ഐഡിയക്ക് തന്നെയാണ് എല്ലാം ചെയ്തത്. ഫോട്ടോ ഒന്നും നോക്കാതെയാണ് ചെയ്തത്. അരുണ് പറയുന്നത് ഇതുണ്ടാക്കിയത് കളിമണ്ണാണ് കൂടുതലും, അതിൽ കുറച്ച് വെള്ളമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കളിമണ്ണ് നന്നായിട്ട് ചെയ്ത് അത് പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് ഈ വർക്ക്. കൂടാതെ അരുണിന് സംസ്ഥാന കരകൗശല പുരസ്കാര അവാർഡ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷവാനാണ്. പ്രകൃതിക്കും മനുഷ്യനും മേൽ സാമ്രാജ്യത്വം നടത്തുന്ന ഇടപെടലുകളാണ് ഒരു സിംബോളിക് സ്റ്റൈലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ തടിയിലാണ്. വേരായിട്ടുള്ള അതിൻ്റെ തിക്കായിട്ടുള്ള ഭാഗമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ജോയിൻ്റ് ഇവിടെ ഈ ചിറകുകൾ രണ്ടും ജോയിൻ്റാണ്, ബാക്കി ഒറ്റ തടിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഏകദേശം ഒരു 6 മാസത്തോളം എടുത്തൊരു വർക്കാണ്. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലൊരു അവാർഡിന് നമ്മൾ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് 2017 നാഷണൽ അവാർഡ് വിന്നറാണ്. നമസ്കാരം, എൻ്റെ പേര് ബാബു എന്നാണ്. കൊല്ലം ജില്ലയിൽ തൃക്കടൂർ പ്രദേശത്ത് നിന്നാണ് വരുന്നത്. ഒരു 43 വർഷത്തിന് മുമ്പെയാണ് ഞാൻ ഈ കലാരൂപത്തിൽ കടന്നു വന്നത്. ആ സമയത്ത് ഇത് കലാരൂപം എന്നുള്ളതിലുപരി ഒരു ഉപജീവന മാർഗം എന്നുള്ള ലെവലിലാണ് ഈ വൈക്കോൽ ചിത്രം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കച്ചിപ്പടം എന്നൊക്കെ പറയും. KV വിക്ടർ എന്ന് പറയുന്ന ഒരു കലാകാരനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ വിദ്യ പഠിച്ചത്. ഇപ്പോൾ ബാബു ആർട്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തിപ്പോകുന്നു. 1996 കേരള കരകൗശല കമ്മീഷൻ്റെ ദേശീയ അവാർഡ്, 2006 കേന്ദ്ര ഖാദി കമ്മീഷൻ്റെ ദേശീയ അവാർഡ്, ഉത്തർപ്രദേശിൻ്റെ, രാജസ്ഥാൻ്റെ, അങ്ങനെ നിരവധി സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ കരകൗശല അവാർഡിന്, സംസ്ഥാന അവാർഡിന് ഞാൻ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഈ അവാർഡ് കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രത്തോടും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോടും അതുകൂടാതെ കേന്ദ്ര കരകൗശല വികസന കമ്മീഷൻ ഓഫീസിനോടും എനിക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ അതിയായ സന്തോഷമുണ്ട്. ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ വടാട്ടുപാറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. വടാട്ടുപാറയിൽ പൊതുവെ പാരമ്പര്യമായിട്ട് പനമ്പ് നെയ്ത്തൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ 2021 ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളുടെ കോതമംഗലത്തുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയിൽ നിന്ന് ഹാൻഡിക്രാഫ്റ്റ് പഠിപ്പിക്കാനായിട്ടൊരു സാറിനെ നിയോഗിക്കുകയും അങ്ങനെ ഞങ്ങളുടെ വടാട്ടുപാറയിലുള്ള കുറച്ച് സ്ത്രീകളെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു 30 പേരുള്ള ഒരു ഗ്രൂപ്പിനെ ഹാൻഡിക്രാഫ്റ്റ് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അപ്പോഴാണ് ഈ പനമ്പ്, പാരമ്പര്യമായ പനമ്പ് നെയ്ത്തിൽ നിന്ന് നമ്മൾക്ക് നമ്മളുടെ ഈ ഈറ്റ, മുള തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് ഇതുപോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാം എന്ന് മനസ്സിലായതും പഠിപ്പിച്ചതും. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു അവാർഡ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അപേക്ഷിച്ചത്. അതിനോടനുബന്ധിച്ച് എനിക്ക് മെറിറ്റ് അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ കേരളീയത്വമുള്ള, കേരളത്തിൻ്റെ തനതായ ഒരു വസ്തുവാണ് നമ്മുടെ ചുണ്ടൻ വെള്ളം എന്നുള്ളത്. അപ്പോൾ കേരള തനിമയെ ഉണർത്തുന്ന ഒരു ചുണ്ടൻ വെള്ളമാണ് എനിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്. ഇതുപോലുള്ള അവാർഡുകൾ ധാരാളം വ്യക്തികൾക്ക്, എന്നെക്കാളും കഴിവുള്ള ധാരാളം വ്യക്തികൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. എൻ്റെ പേര് വാസുദേവൻ ചിത്തിൽ. ഇരിങ്ങലിൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഐറ്റം ലോഹ നിർമ്മിതമായ ശില്പങ്ങളാണ്. അതിൽ ലോഹത്തകിടിൽ
ഹാൻഡ് ചിസൽ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ എൻഗ്രേവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെമ്പ് തകിടിൽ ചെയ്ത സീതാപഹരണം എന്ന ചിത്രത്തിനാണ് എനിക്കിവിടെ നിന്ന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ടൂറിസം ക്രാഫ്റ്റ് സംസ്ഥാന അവാർഡ് ഗാന്ധിയുടെ ദണ്ഡിയാത്ര എന്ന ചിത്രക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് പഠിക്കാൻ വേണ്ടി ധാരാളം കുട്ടികൾ അവിടെ വരാറുണ്ട്. കേരള വർക്ക് എക്സ്പീരിയൻസ് മേളയുടെ ഒരൈറ്റമാണ് ഈ മെറ്റൽ എൻഗ്രേവിങ്. അതുപോലെ തന്നെ വിദേശികളും ധാരാളം ചിത്രങ്ങൾ വാങ്ങാറുണ്ട്. ഇതൊരു പ്രത്യേക തരത്തിലാണ്. ചിത്രങ്ങൾക്ക് പുറമെ സാധാരണയായിട്ട് അധികമാരും പോർട്രേറ്റ് ചെയ്യാറില്ല. നന്നായിട്ട് പോർട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാലം ദീർഘകാലം കേടുകൂടാതിരിക്കുന്ന ഒരു മെറ്റീരിയലാണിത്. ഏത് കാലാവസ്ഥയിലും ഈട് നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ചിത്രങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഈ മെറ്റൽ എൻഗ്രേവിങ് എന്ന ശില്പം പല മെറ്റലിലും ചെയ്യാറുണ്ട്. സ്വർണം, വെള്ളി, ഈ പിച്ചള, അലൂമിനിയം, ചെമ്പ് തകിട്. സോഫ്റ്റായിട്ടുള്ള ചെമ്പ് തകിടിലാണിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സീനറികൾ, കേരളത്തിലെ കലാരൂപങ്ങളും അതുപോലെ തന്നെ പോർട്രേറ്റ്, പ്രശസ്ത വ്യക്തികളുടെ പോർട്രേറ്റ്, അതായത് ലണ്ടന്, ഓസ്ട്രേലിയ, ആഫ്രിക്ക, അമേരിക്ക ഇവിടെയൊക്കെ എൻ്റെ ചിത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും ഒരു പ്രത്യേകത ഉള്ള ഒരു ചിത്രമാണ് മെറ്റൽ എൻഗ്രേവിങ് എന്ന് പറയുന്നത്. ഇത് പുറത്തറിയപ്പെടാനും ഇതുപോലെ വേദികൾ ഒരുക്കിയ വ്യവസായ വാണിജ്യ വകുപ്പിന് വളരെയധികം എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് കലാകാരന്മാർക്കും അവരെ പുറം ലോകം, അവരുടെ കലാസൃഷ്ടികൾ മറ്റുള്ളവരെ അറിയിക്കാനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും ഈ വേദി വളരെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യവസായ വാണിജ്യ വകുപ്പും അതുപോലെ തന്നെ ഇത്തരം അവാർഡുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് വകുപ്പുകൾക്കും എൻ്റെ ഹാർദമായ നന്ദി അറിയിക്കുകയും ഞാൻ ഡോക്ടർ GS സിന്ധു നായർ, റിട്ടയർഡ് പ്രിൻസിപ്പാൾ പങ്കജകസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ്, റിട്ടയർഡ് പ്രൊഫസർ, ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഈ ചിരട്ടയിൽ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ വർഷത്തെ കരകൗശല അവാർഡ്, സംസ്ഥാനത്തിൻ്റെ കരകൗശല അവാർഡ് എനിക്ക് ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ശില്പത്തിൻ്റെ പേര് ചിമ്പൻസിയും കുഞ്ഞും എന്നാണ്. ഒരു ചിമ്പൻസി അതിൻ്റെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ് രൂപം. അതിന് ഏകദേശം 200-ൽ പരം ചിരട്ടകളുടെ ആവശ്യമുണ്ടായിരുന്നു. 200-ൽ പരം ചിരട്ടകൾ ചേർത്താണ് ഞാനത് നിർമ്മിച്ചത്. അതിന് ഈ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ എനിക്ക് ഈ അവാർഡ് നൽകിയ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.